വടകര ഇത്തവണ ടീച്ചർ അമ്മയ്ക്കൊപ്പം പോകുമോ? വർഗീയ ധ്രുവീകരണം ഷാഫിയെ തുണയ്ക്കുമോ? പൊതുവെ വടകര ഒരു ഇടതുപക്ഷ ചായ്വുള്ള മണ്ഡലം എന്ന് പറഞ്ഞാലും തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ UDF സ്ഥാനാർത്ഥികളാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി ജയിച്ചു വരുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കെ മുരളീധരൻ എന്നിവരൊക്കെ കോൺഗ്രസ് കൊടികൾ വടകരയിൽ പാറിച്ച നേതാക്കളാണ്. എങ്കിലും മണ്ഡലത്തിലെ പൊതു സ്വഭാവം നോക്കുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ട തന്നെയാണെന്നതിൽ ആർക്കും സംശയമില്ല. എന്നാൽ മണ്ഡലത്തിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ച കെ മുരളീധരനെ തൃശൂർ മണ്ഡലം പിടിക്കാൻ നിയോഗിച്ചപ്പോൾ പാലക്കാട് MLA ഷാഫി പറമ്പിലിനെയാണ് UDF വടകര കാക്കാൻ ഏൽപ്പിച്ചത്. മണ്ഡലത്തിൽ വന്നിറങ്ങിയപ്പോൾ മുതൽ മുസ്ലിം ലീഗാണ് ഷാഫിയെ സ്വീകരിച്ച് പ്രചരണം ഏറ്റെടുത്തത്. വമ്പൻ ഓളം വെച്ചാണ് ഷാഫി വടകരയിൽ പച്ചക്കൊടിയുടെ തണലിൽ വന്നിറങ്ങിയത്. പിന്നീട് അങ്ങോട്ട് വ്യക്തിഹത്യ രാഷ്ട്രീയമായിരുന്നു UDF പാളയമിറക്കിയത്. ശൈലജ ടീച്ചറെ പരമാവധി വ്യക്തിഹത്യ ചെയ്യുകയും ഷാഫിയെ ഒരു ഇസ്ലാം ഫേസാക്കി അവതരിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു UDF തന്ത്രം. അതുവഴി വടകരയിലെ 35% വരുന്ന ഇസ്ലാം വോട്ടുകൾ ഷാഫിക്ക് അനുകൂലമാക്കുകയായിരുന്നു UDFന്റെ തന്ത്രം. തുടക്കത്തിൽ ആ തന്ത്രം മുസ്ലിം കോളനികളിൽ വിജയിച്ചു. എന്നാൽ പിന്നീട് പോൺ വീഡിയോ വിവാദം വന്നതോടുകൂടി UDF പ്രതിരോധത്തിലാവുകയായിരുന്നു. ആരോഗ്യമന്ത്രി എന്ന നിലയിലുള്ള ശൈലജ ടീച്ചറുടെ മികച്ച പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാണിച്ചാണ് LDF പ്രചരണം നടത്തിയത്. പിന്നീട് പോൺ വീഡിയോ ആരോപണം കൂടി വന്നതോടുകൂടി യഥാർത്ഥത്തിൽ ശൈലജയ്ക്ക് നേട്ടമാവുകയാണ് ഉണ്ടായത്. കൂടാതെ കോൺഗ്രസിന്റെ മുസ്ലിം പ്രീണനത്തിനെതിരെ ഭൂരിപക്ഷ സമുദായവും ക്രിസ്ത്യൻ അടക്കമുള്ള മറ്റു ന്യൂനപക്ഷ സമുദായങ്ങളും LDFന് അനുകൂലമായി വോട്ട് ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. UDF പരാജയ ഭീതിയിലാണെന്നുള്ളതിന്റെ സൂചനയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ശൈലജ ടീച്ചറിനെതിരായി നടക്കുന്ന വ്യക്തിഹത്യകളും വിവാദങ്ങളും. വടകരയിൽ CPIM വർഗീയതയ്ക്കെതിരെ UDF RMP സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു ഹരിഹരന്റെ പരാമർശം. ടീച്ചറുടെ പോൺ വീഡിയോ ആരെങ്കിലും ഉണ്ടാക്കുമോ? മഞ്ജു വാര്യരുടെ പോൺ വീഡിയോ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മനസ്സിലാകും എന്നായിരുന്നു RMP നേതാവ് ഹരിഹരന്റെ പരാമർശം. KK ശൈലജയ്ക്കെതിരായ സ്ത്രീ വിരുദ്ധ പരാമർശത്തിൽ KS ഹരിഹരനെതിരെ പോലീസ് കേസെടുത്തു. വടകര പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, കലാപശ്രമം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. മഹിളാ അസോസിയേഷൻ നേതാവ് പുഷ്പത നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇരു മുന്നണികൾക്കും തുല്യ സാധ്യതയുള്ള വടകര ടീച്ചർ അമ്മയെയാണോ ഷാഫിയെയാണോ നെഞ്ചിലേറ്റുന്നതെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം.